യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോയുടെ താഴത്ത് കമൻ്റ് ആയിട്ട് സൈലം ബാച്ചിനെ കുറിച്ച് റിവ്യൂ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഞാൻ 2 വർഷം +1 ആൻഡ് +2 സൈലം ഓൺലൈൻ ബാച്ചിലായിരുന്നു. അപ്പം ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പറയുകയാണെങ്കിൽ ഒരു 9th ഞാൻ ഫസ്റ്റ് ഇങ്ങനത്തെ ഓൺലൈൻ ക്ലാസ് ഒക്കെ റെഫർ ചെയ്യുന്നത്. അപ്പം ഒരു 8th വരെ CBSE ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും മാത്സിലല്ല വീക്കായിരുന്നു. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതിലൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് കുറവായിരിക്കും. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു കൊറോണ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ കൊറോണ വന്നതോടെ ഇങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് കിട്ടിയത്. പിന്നെ ഒരു 9th ഞാൻ കേരള സ്റ്റേറ്റിലോട്ട് മാറി. അപ്പോഴും ചെറിയൊരു ഡിഫിക്കൽട്ടി തോന്നിയിരുന്നു. പിന്നെ 9th കുറേ പേര് ട്യൂഷനൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൽ കുഴപ്പമില്ല, ആ ഒരു വർഷം വെറുതെ ട്യൂഷന് പോകണ്ട, ഏതായാലും 10th നമ്മൾ ചേരലൊരു നാട്ടു നടപ്പായി മാറിക്കണമല്ലോ. അപ്പം അങ്ങനെ 10th ഏതായാലും ചേരാൻ വിചാരിച്ചിട്ട് 9th ലാസ്റ്റ് സമയത്ത് മാത്സിൻ്റെ എക്സാമിന് തലേ ദിവസം അങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ജസ്റ്റ് റെഫർ ചെയ്തപ്പോൾ സൈലത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാത്സിൻ്റെ ഷാഹിദ് റംസാൻ സാറുണ്ടല്ലോ, അപ്പം ആ സാറിൻ്റെ ക്ലാസ് കണ്ടു. ഒരു വലിയ മാരത്തോൺ ലൈവ് തന്നെയായിരുന്നു എക്സാമിൻ്റെ തലേ ദിവസം. അങ്ങനെ അത് കണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് തോന്നി. എന്നാലും പക്ഷെ അന്ന് കുറച്ചെന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആയാലും പോയി എക്സാം എഴുതി. സ്കോർ ഒരു 80ൽ 50 സംതിങ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ കാര്യം എനിക്ക് ആ ഒരു സമയത്ത് തോന്നി. അപ്പം അന്നതിൽ എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ്, പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് തോന്നി. സൈലം കുഴപ്പമില്ലല്ലോ, എന്നാലും നമുക്ക് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവേണ്ട അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് തോന്നി. പിന്നെ 10th ഞാൻ ഓഫ്ലൈൻ ട്യൂഷൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഓഫ്ലൈൻ ട്യൂഷൻ വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം ലീവായാലും നമുക്ക് അന്ന് കിട്ടുന്ന എല്ലാ സംഭവവും മിസ്സാവും. പിന്നെ നമുക്കത് അതേ ഒരു ക്വാളിറ്റിയിലൂടെ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കത്ര വലിയൊരു ഉറപ്പില്ല. നമുക്ക് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ സാർമാരോട് തന്നെ ജസ്റ്റ് റെഫർ ചെയ്ത് ചോദിക്കാം. പക്ഷെ അന്നത്തെ ആ ഒരു കിട്ടണം അതേ ഇതിൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം ഞാൻ ഈ ഓഫ്ലൈൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഈ എക്സാമിൻ്റെ തലേ ദിവസങ്ങളൊക്കെ മീൻസ് നമ്മുടെ സൈലത്തിൻ്റെ ലൈവിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മാരത്തോൺ ലൈവും ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ലൈവും കണ്ടു. അങ്ങനെ ചെയ്ത് അതിൽ കൂടെ കുറച്ച് ഫോളോ ചെയ്തപ്പം കുഴപ്പമില്ല, നല്ല മനസ്സിലാവുന്നുണ്ട്. മാത്സൊക്കെ എനിക്ക് നല്ല ഈസി ആയി തോന്നി. പിന്നെ കേരള സ്റ്റേറ്റ് സിലബസിൽ നമുക്ക് ടഫ് സിമ്പിൾ എന്ന് പറയാമല്ലോ. ഒക്കത്തിന് ഏകദേശം CBSE ആയാലും സ്റ്റേറ്റ് സിലബസിൽ അത്യാവശ്യം പഠിക്കാണ്ട് മാത്സും ഏത് സബ്ജക്റ്റ് ആയാലും. അങ്ങനെ മാത്സ് എനിക്ക് ഏറ്റവും വീക്ക് പോയിന്റ്. അങ്ങനെ സൈലത്തിന് ലൈവ് ഉണ്ട്, കുറേ എനിക്ക് അതായത് നല്ല മനസ്സിലാവുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻ ചെയ്ത്. അങ്ങനെ ഒരു 10th ക്രിസ്മസ് എക്സാമിൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 80ൽ 75 ആൻഡ് എബോവ് എത്രയോ മേടിച്ചു. അതുവരെ ഞാൻ എത്രയോ B+ ആ ഒരു ലെവലായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് സൈലത്തിൽ ലൈവ് ഉണ്ട്, ഒരു A+ ഒക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും സൈലത്തിന് തന്നെ ഒരു ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഡ്രീമായിരുന്നു. പിന്നെ 10th ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ എന്താ പറയുക, സ്കൂളത്തെ ക്ലാസ്സിനെക്കാട്ടും കൂടുതൽ എന്താ പറയുക ഇങ്ങനത്തെ സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി. നല്ല പഠിച്ചു, നല്ല മാർക്ക് കഴിഞ്ഞാലും കിട്ടി. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ +1 നേരെ പോയിട്ട് ഓൺലൈൻ ബാച്ച് ചേരേണ്ടായിരുന്നു. അപ്പം അന്ന് എത്രയായിരുന്നു, +1 4000 അങ്ങനെ അടുത്ത് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിനായിട്ട്. അങ്ങനെ ഓൺലൈൻ ബാച്ചിൽ ഞാൻ ചേർന്നു. അപ്പം നമുക്ക് ഒരു വർഷത്തെ ഫുൾ കോഴ്സാണ്, വെറും 4000 രൂപയ്ക്ക് സംഭവം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഓഫ്ലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പം +1 +2 എത്തുമ്പം ഈ എൻട്രൻസ് ബേസ്ഡൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാക്കി, ഏകദേശം ഒരു 20K അടുത്ത് അത്രയും എമൗണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് ഡെയിലി സ്കൂളും ട്യൂഷനുമായി എൻഗേജ് ആവാൻ ഒരു ഇഷ്ടമില്ല. കാരണം +1 +2 എത്തി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് തിങ്കൾ ടു വെള്ളി വരെ സ്കൂളിൽ പോകണം. പിന്നെ ശനി ഞായറും അതേ ഒരു ഡ്യൂറേഷൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്യൂഷന് പോയിരിക്കണം. അപ്പം നമുക്ക് വേറെ അതിനിടയിൽ വേറെ ഫാമിലിയുമായിട്ടുള്ള വേറെ ഒന്നിനും ഒരു ടൈമിംഗ് ഒന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ ചേർന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് കിട്ടും. അപ്പോൾ പേഴ്സണലി മെൻറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. +1 നമുക്ക് എങ്ങനെയായിരുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഏകദേശം കുറച്ച് പേരുണ്ട്, ഒരു മെൻറ്റർ ഉണ്ട്. അതിൽ നമുക്ക് ആ മെൻറ്ററോട് എപ്പം വേണമെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം. ആൻഡ് അപ്പോൾ തന്നെ കുറച്ച് നേരത്തിൽ വിളിക്കാൻ റിപ്ലൈ ആയിട്ട് തരും. അപ്പം ഓരോരുത്തർക്കായിട്ട് മെൻറ്റേഴ്സ് ഇല്ല, അന്നൊരു ഗ്രൂപ്പായിട്ടായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പിൽ ബാക്കിയായിട്ട് നമ്മൾ ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ സേഫ്റ്റി ബാക്കിയുള്ള സംഭവമുണ്ട്. അങ്ങനെ ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആപ്പ് കിട്ടില്ല. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് കിട്ടും, ആപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ റെക്കോർഡ് സെക്ഷൻസ് വേറെ ഉണ്ടാക്കി. ഇപ്പോൾ നമുക്ക് സ്കൂളിൽ ഇപ്പോൾ വേറെ ചാപ്റ്റേഴ്സ് എടുക്കുമെങ്കിൽ നമുക്ക് അതുമായി റെഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ഈ റെക്കോർഡ് കണ്ടൻസ് നോക്കി പഠിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ കൂടുതലും വല്ലാതെ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്നാലും പക്ഷേ എനിക്ക് പറയാം, നല്ല ക്ലാസ് ആയിരുന്നു. കണ്ടയിലൊക്കെ നല്ല അടിപൊളി ക്ലാസ്, നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഞാൻ ഏകദേശം ചിലതൊക്കെ മീൻസ് എല്ലാതും കാണാൻ പറ്റിയില്ലെങ്കിലും ചില ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കാൻ ടഫായിട്ട് ചാപ്റ്റേഴ്സൊക്കെ അത് കണ്ട് നല്ല രീതിക്ക് നോട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ പഠിച്ചതായിരുന്നു. പിന്നെ +1 സൈലത്തിന് മെറ്റീരിയൽസിനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എത്ര എക്സ്ട്രാ 250 അങ്ങനത്തെ കൊടുക്കണം, പേ ചെയ്താൽ
വിത്തിൻ 2 വീക്സിൽ നമ്മളെ വീട്ടിലോട്ട് ഷിപ്പിംഗ് സംഭവം പ്രോഡക്റ്റ് കിട്ടും. അപ്പം നല്ല എന്താ പറയുക മെറ്റീരിയൽസൊക്കെ നല്ല മെറ്റീരിയൽസ് ആയിരുന്നു. ഞാൻ കൂടുതൽ അന്ന് റെഫർ ചെയ്തിട്ടില്ലെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഇപ്രാവശ്യം ബയോളജിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സബ്ജക്റ്റൊക്കെ ജസ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കണ്ടൻറ്റൊക്കെ ഉള്ള നല്ല ബുക്കാണ്. മെയിൻലി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവുക അതിപ്പം ഡെയിലി ലൈവ് ക്ലാസ് ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ ആവുമെന്നൊക്കെ ചിലപ്പം ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. പക്ഷെ അതല്ല, ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ വല്ല എന്തെങ്കിലും എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഗ്രൂപ്പിൽ നമുക്ക് അറിയിക്കുകയും ചെയ്യും. ആൻഡ് വേറെ ദിവസത്തെ ആ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്യലും അങ്ങനെയൊക്കെയാണ്. ക്ലാസ്സിനെ കുറിച്ച് പറയാൻ നല്ല ക്ലാസ്സാണ്. നമുക്ക് യൂട്യൂബിൽ തന്നെ അതേപോലത്തെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് ക്ലാസ് ആപ്പിലും കിട്ടാറുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്യും. പിന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ ഈ ഓരോ ടേം എക്സാം വരുമ്പോൾ നമുക്ക് ക്ലാസ് തരുമല്ലോ, അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് യൂട്യൂബിൽ തരലുണ്ടാവില്ല ആ ഒരു സമയത്തൊക്കെ. പക്ഷേ ലാസ്റ്റ് എന്താ പറയുക നമ്മളെ പബ്ലിക് എക്സാമൊക്കെ എത്തുമ്പം ആപ്പിളത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ യൂട്യൂബിൽ ഫുൾ കണ്ടന്റ് ആയിട്ട് നമുക്ക് കുറേ വൺ ഷോട്ട് റിവിഷനും കുറേ വീഡിയോസൊക്കെ തരലുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെയാണ്. അപ്പോൾ പ്ലസ് ടുവിലോട്ട് വരുമ്പം നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ കൂടെ സയൻസ് ബാച്ചിലേക്ക് വരുന്നുണ്ടാവില്ല. അപ്പം അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസും നമുക്ക് ആപ്പിൽ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയൊരു ചെറിയൊരു വിഷയമായിട്ട് വെച്ചാൽ അതായത് ഇത് ഒരു 2-3 വർഷം മുന്നേ ഉള്ള ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസാണത്. അപ്പം ഇപ്പം നമുക്ക് ചെറിയ ചേഞ്ചസൊക്കെ പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നുണ്ട്. അപ്പം അതിലുണ്ടോ ചോദിച്ചാൽ ചില കണ്ടൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാതും ഇല്ല എന്നുള്ള രീതിക്കാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പ്രാക്ടിക്കൽ ഞാൻ ആപ്പിൽ നോക്കി പഠിച്ചിട്ടില്ലായിരുന്നു. ഇൻസ്റ്റഡ് അതിന് പകരം യൂട്യൂബിൽ എജുപോർട്ട്, പിന്നെ സൈലത്തിൻ്റെ വീഡിയോസ് കുറവായിരുന്നു, കൂടുതലും എജുപോർട്ടും പിന്നെ മാത്സിന് വേറെ ഏതൊരു ചാനലൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രാക്ടിക്കൽ സെക്ഷൻസ് നമുക്ക് വീഡിയോസ് എല്ലാം റെക്കോർഡഡ് ആയിട്ട് തരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അത്ര വലിയൊരു ക്വാളിറ്റി തോന്നിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ചിലതൊക്കെ ഫിസിക്സ് ചില എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലാവും, മാത്സിലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാ ലാബും അതായത് മാത്സ് എക്സാം എന്ന് വെച്ചാൽ ഇതുവരെ നമുക്കിപ്പോൾ നടത്തിയ വരെ എത്ര നമുക്ക് ചെയ്യാണ്ടായിരിക്കും, പക്ഷെ എല്ലാതും എക്സാമിന് വരത്തില്ല. നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ഇന്ന ലാബ് എന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ചില ലാബിൻ്റെ എക്സ്പീരിയൻസ് മാത്രം മാത്സ് ഒക്കെ ആപ്പിലുള്ളൂ, എല്ലാതും ഇല്ല. അപ്പം അതൊരു ചെറിയ ഇതായിട്ട് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കെമിസ്ട്രി ഒക്കെ നമുക്ക് സ്കൂളിൽ നല്ല രീതിക്ക് എക്സ്പെരിമെൻറ്റ്സ് അതായത് ലാബ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനത്തെ ഓൺലൈൻ വീഡിയോസ് റെഫർ ചെയ്യാൻ വന്നിട്ടില്ല. എനിക്ക് പിന്നെ ഞാൻ കൂടുതലും മാത്സ് ഫിസിക്സ് ഒക്കെ ആയിരുന്നു എന്താ പറയുക ക്ലാസ് കണ്ടിട്ട് പ്രാക്ടിക്കൽ എക്സാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബയോളജിയും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഓൾറെഡി സ്കൂളിൽ നല്ല രീതിയിൽ തരുന്നുണ്ട്. ഇങ്ങനെ ഓൺലൈൻ വീഡിയോസോ അല്ലെങ്കിൽ ആപ്പിലത്തെ വീഡിയോസോ റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ പ്ലസ് ടുവിലോട്ട് വരുമ്പം ഞാൻ വീണ്ടും ഓൺലൈൻ ക്ലാസ് ബാച്ച് തന്നെയായിരുന്നു, അഗ്നി ബാച്ച് ആയിരുന്നു. അപ്പോൾ അതിൽ മെൻറ്റേഴ്സ് പ്ലസ് 1 നമുക്ക് ഒരു മെൻറ്ററും കുറേ കുട്ടികളുള്ളൊരു ഗ്രൂപ്പായിരുന്നു. പിന്നെ പ്ലസ് ടുവിലോട്ട് എത്തിയപ്പം അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ആപ്പിനുമായി എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പിന്നെ ക്ലാസ്സസ് മാറ്റുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. അപ്പം മെൻറ്റേഴ്സായിട്ട് പേഴ്സണലി മെൻറ്റേഴ്സ് ഇല്ലായിരുന്നു. ഈ 2 വർഷം പോയപ്പം നോക്കിയപ്പോൾ മനസ്സിലായി പേഴ്സണൽ മെൻറ്റേഴ്സ് ഒന്നുമില്ല. പക്ഷേ ക്ലാസ് തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ്, നല്ല മീൻസ് ഒക്കെ ഉൾപ്പെടുത്തി. നമ്മൾ യൂട്യൂബിലൊക്കെ ലാസ്റ്റ് കാണുന്ന ലൈവ് അതേപോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന ബാച്ചായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എക്സാംസും എല്ലാതും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. എക്സാംസ് വരുമ്പം ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്സിലൊക്കെ കുറേ ചാപ്റ്റേഴ്സ് ഇൻ്റഗ്രേഷനും ഇതൊക്കെ പിന്നെ ഓർഗാനിക്കൊക്കെ വരുമ്പം ഞാൻ കൂടുതലും ഇതേപോലെ നമ്മളെ ആപ്പിലത്തെ ക്ലാസ് പോയിട്ട് ഓൾറെഡി ലൈവ് ക്ലാസ് നടത്തുന്നതായിരിക്കും. അപ്പം അന്ന് മര്യാദക്ക് ആ സമയത്ത് കാണാത്തതുകൊണ്ട് അവിടെ റെക്കോർഡായിട്ട് എടുക്കുന്നുണ്ടാവും. പിന്നെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഏത് സമയത്തും നമുക്ക് ആക്സസ് ചെയ്യും. അതാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ വെച്ചും ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഉള്ളത്. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പോയി കാണാം. നല്ല വീഡിയോസാണ്, നല്ല ക്ലാസ്. അപ്പം എനിക്കിപ്പോൾ 2 വർഷം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കൂടുതലും എന്ത് പറഞ്ഞാലും ആപ്പിലത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും പിന്നെ കൂടുതലും എക്സാമിന് തലേ ദിവസം അവരെ യൂട്യൂബിൽ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തരുന്ന ക്ലാസ്സും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാതും ഉണ്ട്. പിന്നെ കൂടുതൽ ആപ്പിലോ ഞാൻ ചിലവാക്കിയിട്ടില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയിലുള്ള ക്ലാസ്സാണ്. നമ്മൾ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്താൽ നല്ല കണ്ടൻസ് ഒക്കെ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 2 വർഷം ഞാൻ ഇപ്പം സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചിലായിരുന്നു. അപ്പോൾ തോന്നി കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം അതായത് ഇപ്പം എനിക്കൊരു നെഗറ്റീവ് എന്നല്ല, എന്നാൽ ചെറിയൊരു ഇത് തോന്നിയത് മറ്റേ പ്രാക്ടിക്കലിൻ്റെ വീഡിയോസ് മാത്രമായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം നല്ല സെറ്റായിട്ട് ഫുൾ എല്ലാതും ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം മുതൽ പാറ്റേൺസൊക്കെ കഴിഞ്ഞ വർഷം മുതൽ പാറ്റേൺ മാറി വരൽ തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. അപ്പം NCERT ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസും ചിലപ്പം ലാസ്റ്റ് ആയിട്ട് ഈ പ്ലസ് 2 പഠിക്കുമ്പം ആപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് നമുക്ക് ഓരോ വർഷം ഓരോ എക്സാമിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് നമുക്ക് തരുന്ന ഇതിലും ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇനി അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം വേറെ ഇനിയിപ്പം ഈ ഒരു വീഡിയോ കാണുന്ന വേറെ ഏതെങ്കിലും കാണുന്നവർക്ക് അപ്പം ഈ ബാച്ചിലൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇനിയിപ്പം ഏത് ബാച്ച് ആയിക്കോട്ടെ, എക്സാമിനർ, എജുപോർട്ട്, സൈലം, അപ്പം എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ് അപ്പം ബാഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല ഇതായിക്കോട്ടെ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും ഇപ്പം ഈ ഓൺലൈൻ ട്യൂഷൻ ചൂസ് ചെയ്യണമെങ്കിൽ ഏതാ നല്ലതെന്നൊക്കെ അറിയണം എന്നുള്ളവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോ കാണുന്നവർ അങ്ങനത്തെ ബാച്ചിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോ ഇത്രയുള്ളൂ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളൊരു താല്പര്യത്തിനനുസരിച്ച് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണെങ്കിൽ ആക്സസ് ചെയ്യുക, കൂടുതൽ എക്സ്പെൻസ് നോക്കുമ്പോഴും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാതും മീൻസ് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതിൽ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടെ താല്പര്യം വേണം. ഞാൻ തന്നെ ഇപ്പം മീൻസ് എല്ലാതും കണ്ടിട്ടൊന്നുമില്ല, എന്നാലും കാണാനൊക്കെ നല്ല വൃത്തിക്കായിട്ട് ആപ്പിളത്തെ ലൈവ് കണ്ട് നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് പറ്റുന്ന ഒരു മീൻസ് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇനി കുറച്ച് പേര് നമുക്ക് റെഫറൻസ് ഒക്കെ തേടിയിട്ട് ഏതാ നല്ല ബാച്ച് എന്ന് മനസ്സിലാക്കിയിട്ട് ചേരാം. അപ്പം എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.